എല്ലാവർക്കും നമസ്കാരം. കാസിബായി ആണ്. അപ്പോൾ വീണ്ടും ഒരു ചോറ് കഴിക്കൽ അപാരത. കുറേ ആയില്ല ഇങ്ങനെ ചോറ് കഴിക്കുന്നൊരു വീഡിയോ എടുത്തിട്ട്. അത് സിറ്റുവേഷനൊക്കെ ഒന്ന് മാറി എല്ലാം ഒരു 2 മാസത്തോളമായി നമ്മളിങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ ഗെയ്സ് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ തട്ടകത്തിൽ തന്നെ എത്തി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ചോറ് കഴിക്കട്ടോ. അപ്പം നമ്മുടെ കടയുടെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു, ഓഗസ്റ്റ് 22 ഇന്നലെയായിരുന്നു കേട്ടോ. അപ്പം കടയുടെ ഉദ്ഘാടന വീഡിയോ ഒന്നും ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. അതൊക്കെ ഞാനത് ചെയ്തിട്ട് പിന്നെ സമയം കിട്ടിയില്ല സാറിന്. ഞാനൊന്ന് ഓടി ഇതിൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട്. അപ്പോൾ സിറ്റുവേഷനൊക്കെ ഒത്തിട്ട് അത് നിങ്ങളോട് എത്തിക്കാം, നമ്മുടെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പഴയ കട തന്നെയാണ്. പിന്നെ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങളെൻ്റെ വീഡിയോ എല്ലാം കാണുന്ന ആൾക്കാരുണ്ടേ. അതിൻ്റെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. കടകളുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറി, പക്ഷേ ലൊക്കേഷൻ സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കട ആ സ്റ്റാൾ പൊളിച്ചിട്ട് വേറെ കടയല്ല പണിത്. അപ്പം അവരുടെ പുതിയ ആൾക്കാർക്ക് എങ്ങനെയാണോ അതനുസരിച്ചാണ് സ്റ്റാൾ പണിതിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റാളിൻ്റെ സിറ്റുവേഷനൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ പറയുക, ഞാൻ വേറെ കാര്യം കൂടി പറയാൻ വേണ്ടി വന്നാണ്. നമ്മൾ ആദ്യം ഫേസ്ബുക്കിലാണ് ഇതുപോലെ ഓരോരോ വീഡിയോ ഇട്ടത്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ അന്ന് ചോദിച്ചിട്ടായിരുന്നു യൂട്യൂബ് ഉണ്ടോ എന്ന്. അപ്പോൾ അന്നൊന്നും എനിക്ക് യൂട്യൂബൊന്നുമില്ല. ഞാൻ ഫോൺ മേടിച്ച് വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് ഓരോരോ വീഡിയോ ഇങ്ങനെ സംസാരിച്ച് പോകുമായിരുന്നു. അപ്പോൾ നിങ്ങളെ കുറേ പേര് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് പറഞ്ഞു, അപ്പം നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല, അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത 1-2 പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി തരുമെന്ന്. അപ്പോൾ അവരതൊന്നും ചെയ്തു തന്നില്ല. പിന്നെ ഞാൻ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞാൽ ഫോണിലൊക്കെ നോക്കി കുത്തിയിരുന്ന് പഠിച്ച് ഞാനത് ചാനൽ തുടങ്ങി. പിന്നെ ഓരോ വീഡിയോ എടുക്കുന്നു, പിന്നെ എഡിറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഓരോന്നൊക്കെ ഓരോ ചാനലൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ പോകുന്നു. പിന്നെ 1-2 വീഡിയോസൊക്കെ ആക്കി ഇടുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഓരോരുത്തരൊക്കെ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നു, അതനുസരിച്ച് തമ്പനയിൽ ചെയ്യുന്നു, അതെങ്ങനെയാന്ന് പഠിക്കുന്നു. അങ്ങനെ ഓരോ വീഡിയോ ചെയ്തു. ഏകദേശം 100 സംതിങ് വീഡിയോ ഞാൻ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ കുറേ ആൾക്കാർ, നമ്മുടെ കൂട്ടുകാരും തന്നെ നമ്മളറിയുന്ന നമ്മുടെ ബന്ധുക്കളും എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ആ ചാനലിന് ഒരു 10-20 സബ്സ്ക്രൈബ് ഫസ്റ്റ് തന്നെയാവുന്നു. പിന്നെ അങ്ങനെ പോയി വീഡിയോ ഇടുന്നതനുസരിച്ച് ഒരു ഏകദേശം എൻ്റെ കൂട്ടുകാരും നമ്മുടെ എന്നെ അറിയുന്ന നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ടുകളും എൻ്റെ എല്ലാവരും നമ്മളെ എന്തായാലും നമുക്ക് ചുറ്റോളം കുറച്ച് ഫ്രണ്ട്സുകളുണ്ടല്ലോ, അവരൊക്കെ കൂടി ചേർന്നിട്ട് എങ്ങനെയും ഒരു 10-50 ഒക്കെ 100ഓളം, എനിക്ക് ഏകദേശം 100 കൂട്ടുക അങ്ങനെ വരുന്നു. പിന്നെ ഒരു അനക്കവും ഇല്ലായിരുന്നു സത്യം പറഞ്ഞ ചാനലിൽ. അങ്ങനെ ആ 100-150 ഇങ്ങനെ കടന്നു പോയിരുന്നു. പിന്നെ അപ്പോൾ എനിക്കൊരു മടുപ്പായി, ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല, നിർത്താൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ നിർത്തുന്നത്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ വെച്ച് വീണ്ടും ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടുന്നു. അങ്ങനെ പോകുന്നതനുസരിച്ച് ഏതോ ഒരു വീഡിയോക്ക് കുറച്ച് വ്യൂസ് കയറി വരുന്നു. തേങ്ങാച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട ആൾക്കാരെ, അതിന് 15-17K വ്യൂസ് വരുന്നു. അതിനകത്ത് കുറേ സബ്സ്ക്രൈബ് വരുന്നു, ചില ഷോർട്ട് വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് വരുന്നു. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഓഗസ്റ്റ് 22 ഇന്നലെ എൻ്റെ കടേൻ്റെ ഉദ്ഘാടനം ദിവസവും അന്ന് തന്നെ നമ്മുടെ ചാനലിന് 1K സബ്സ്ക്രൈബർ ആകുന്നു. 1K സബ്സ്ക്രൈബർ മേലോട്ട് കടന്നു. ഇപ്പോൾ സത്യം പറഞ്ഞത് ആ സന്തോഷം എങ്ങനെയാണ് എനിക്ക് പങ്കുവയ്ക്കട്ടെ എന്ന് അറിയില്ല. അത്ര ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്തോഷം അത്. ജീവിതത്തിൽ ഇന്ന വരെ കഷ്ടപ്പാടുകളും എനിക്കിപ്പം അതല്ല പറഞ്ഞത്, എപ്പോഴും കഷ്ടപ്പാട് ദുരിതം എന്നും അത് തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ, അതങ്ങനെ പോവുകയാണ്. പക്ഷെ അതല്ല കേട്ടോ, ഇപ്പോൾ ഈ 1K സബ്സ്ക്രൈബർ കിട്ടി വിചാരിച്ചിട്ട് എനിക്ക് പൈസ കിട്ടുന്നൊന്നും അല്ല പറഞ്ഞത്. കാരണം ഞാൻ വലിയൊരു പർവ്വതത്തിന് അടിഭാഗത്ത് നിന്നിട്ട് ചെറുതായിട്ട് ചെറിയ രീതിയിൽ അവിടെ അടിഭാഗത്ത് നിൽക്കുകയാണ്. ആ പർവ്വതം ഇനിയും കയറാൻ ഒരുപാടുണ്ട്. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവർക്കും അറിയാം, യൂട്യൂബേഴ്സിന് അറിയാം എന്താ അതിൻ്റെ ഇതെന്നല്ലേ. പക്ഷെ നമുക്ക് ആ 1K സബ്സ്ക്രൈബർ ഞാൻ ഇന്നലെ കണ്ട് കണ്ണൊക്കെ സത്യം പറഞ്ഞാൽ ഗൈസ് കരച്ചിൽ വഴി കണ്ണൊക്കെ നിറഞ്ഞു പോയി എനിക്ക്. അത് കുറച്ച് പേരൊക്കെ അതിന് തന്നെ കളിയാക്കും ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് വേറെ പണിയില്ലാടാ നിൽക്കുന്നതൊക്കെ പറഞ്ഞ സോറി കേട്ടോ, എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് ഇമോഷണലായിപ്പോയി ഞാൻ. അപ്പോൾ കുറച്ച് പേര് അങ്ങനെ എന്നെ കളിയാക്കി, കുറച്ച് പേര് പിണങ്ങിപ്പോയി, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത് യൂട്യൂബ് തുടങ്ങിയതിന്. അപ്പോഴും പിന്നെ ഞാൻ നിർത്താൻ വിചാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു കുടുംബക്കാരൻ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ചാനലുണ്ട്. അവർക്ക് അതിനകത്ത് ചാനൽ ആദ്യം ഇതുപോലെയായിരുന്നു അവർക്കും. പിന്നെ അവർ വീഡിയോ ചെയ്ത് അവർ ചാനൽ സക്സസ്, അവർക്ക് ചാനൽ പൈസ എല്ലാം കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അളിയൻ്റെ ചാനൽ കളിയാൻ നിർത്തരുത്, ആൾക്കാർ പറഞ്ഞു നോക്കരുത്, അളിയൻ ചാനൽ തുറന്നുകൊണ്ട് തന്നെ പോകണം, അളിയൻ്റെ ചാനൽ കാണാനും ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്ന ധൈര്യത്തിന് പുറത്ത് ഞാൻ വീണ്ടും ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു.
അങ്ങനെ എനിക്ക് നമ്മൾ ജോലിൻ്റെ ഭാഗമായിട്ട് 2 മാസം ജോലിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം വീട്ടിലായിരുന്നല്ലോ. വീട്ടിൽ ഇരുന്നപ്പോൾ എൻ്റെ ഉമ്മച്ചിൻ്റെ കൂടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ പോയി ഏകദേശം സബ്സ്ക്രൈബ് കൂടി വന്നു. അപ്പോൾ പിന്നെ ആദ്യമുള്ള സപ്പോർട്ടുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് പേരിൽ എന്നോട് പിണങ്ങിപ്പോയ കുറേ ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. പിന്നെ യൂട്യൂബ് തന്നെ ഈ സ്പാം എന്നൊക്കെ എന്താ പണ്ടൊരു സംഭവമുണ്ട്. അതായത് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിച്ചാൽ അവർ ചാനലിൽ നിന്ന് കാണാണ്ട് കിടക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പോയി പിന്നെ നമുക്ക് ജെനുവിനായിട്ടുള്ള കിട്ടുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. അങ്ങനെ കുറച്ച് ജെനുവിനായിട്ട് കിട്ടിയ സബ്സ്ക്രൈബർ കൂടിയാണ് ഇപ്പം 1K സബ്സ്ക്രൈബർ. 1K എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം നമ്മുടെ ബിജു ബ്രോനെ പോലെ ഇപ്പം 5 കോടിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 5 കോടിക്ക് 10 കോടിക്ക് മേലെയാണ് എൻ്റെ 1000 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചോറ് തണുത്ത് ഗെയ്സ്. പക്ഷെ പറഞ്ഞ സങ്കടവും വന്നു. കാരണം ഈ വീഡിയോ കാണുന്നവർക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം കേട്ടോ. എന്നെ ചീത്ത പറഞ്ഞവർ കുറേ പേര് അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് തുടരാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഒന്നുമില്ല. ഈ ഫോണല്ലാണ്ട് വേറൊരു കോപ്പില്ല. ഇപ്പം സൗണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മൈക്ക് അതൊന്നുമില്ല. അപ്പോൾ അത് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മേടിക്കാന്ന് വെച്ചാൽ സൗണ്ട് ചില ഭയങ്കര ഞാൻ വോയിസ് ഇതൊക്കെ കൊടുക്കുന്നത്. എനിക്ക് പബ്ലിക്കിൽ നിന്നിട്ട് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് റോൾ പിന്നെ കൊടുക്കുന്നത്. ചില വീഡിയോസ് മാത്രം പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുള്ളൂ. ഭയങ്കര നാണക്കേടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പബ്ലിക്കിൽ നിന്നുള്ള വീഡിയോ ലൈവ് പോലെ എടുത്തിട്ട് ഇടുന്നതാണ് കുറച്ചും കൂടി ആൾക്കാരുടെ അട്രാക്ഷൻ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ ഇതല്ലേ. അപ്പോൾ എന്തൊരു പറ്റുമെങ്കിലും മൈക്ക് മേടിക്കണം. ഇപ്പം പണി ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുള്ളൂ. 2 മാസമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില്ലറ പണികളൊക്കെ എടുത്ത് പോകുമായിരുന്നു. അപ്പോൾ അത് പറ്റുമെങ്കിൽ മൈക്ക് മേടിക്കണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം. ആകെ ഈ ഫോണിനകത്ത് കുറച്ച് വീഡിയോ എടുക്കുന്നു, അത് പിന്നെ എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ. പക്ഷെ ഒന്ന് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ സങ്കടമായിപ്പോയി. ഞാൻ യൂട്യൂബിൻ്റെ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാൽ. കാരണം ഒരുപാട് എൻ്റെ ഫേസ്ബുക്കിലുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ എൻ്റെ കുടുംബക്കാർ അവർ ഷെയർ ചെയ്ത് കുറച്ച് ആൾക്കാർ കുടുംബത്തിൽ പിണങ്ങിപ്പോയ ആൾക്കാർ, പിന്നെ ഇങ്ങനെ കളിയാക്കിയവർക്ക് എല്ലാവരോടും, എന്നോട് പിണങ്ങിപ്പോയവരോടും എന്നെ കളിയാക്കിയവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. കാരണം നിങ്ങൾ കളിയാക്കിയതിൻ്റെ പേരിലായിരിക്കും എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ വീടിനടുത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം മാറി നിൽക്കുമായിരുന്നു. അപ്പം നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇനി പോകുക എന്നുള്ളതാണ് ഓരോരുത്തരും എനിക്ക് പറയാനുള്ളത്. പുതിയതായിട്ട് പിന്നെ ചാനലെടുത്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം പഴയ കാലമല്ല ഇപ്പം. പെട്ടെന്നൊന്നും ഗ്രോത്ത് കിട്ടാൻ വലിയ പാടാണ്. അത്രയ്ക്കും യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും ഒരു വീട്ടിൽ 2 യൂട്യൂബേഴ്സ് രീതിയിൽ വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തളച്ചു പോകാന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഇനി മുമ്പോട്ട് എന്തായാലും വരും. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും നിങ്ങളുടെ ഇതും എനിക്ക് ഉണ്ടായി മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നമ്മുടെ കടയിലെ വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരോടും ടാറ്റാ.